ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ആരെങ്കിലും ഈ സ്നാക്ക് മുമ്പ് കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിച്ചു നോക്കിയത്. അടിപൊളി സ്വാദാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നമുക്ക് റെസിപ്പിയിലോട്ട് കടന്നാലോ. ചീരയുടെ തണ്ട് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അതാണ് സ്പെഷ്യലായിട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ആരെങ്കിലും ഇതിനു മുമ്പ് ഈ സ്നാക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ചീരയുടെ തണ്ട് 2.5 കൈപ്പിടിയോളാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വെള്ളമൊന്നും ഇല്ലാതെ വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കടലമാവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, ബേസൻ ഫ്ലോർ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വലിയ ജീരകം അല്ലെങ്കിൽ പെരുംജീരകം പൊടിച്ചതാണ് 1/4 ടേബിൾ സ്പൂണിന്റെ പകുതിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. നമ്മൾ ചീരയുടെ തണ്ട് എടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് മൂത്ത് പോയ തണ്ട് എടുക്കരുത്. കുറെ മൂത്ത തണ്ടാവുമ്പോൾ അത് കഴിക്കാനായിട്ട് അത്രയ്ക്ക് നന്നാവില്ല. അപ്പോൾ ഒരു മീഡിയം മൂപ്പിലുള്ള തണ്ട് നോക്കിയിട്ടെടുക്കുക. അതുപോലെ തന്നെ ഈ തണ്ടിന് മീതെ ഒരു തൊലി ഉണ്ടാവും. നമ്മൾ ഈ ചേമ്പിന്റെ താളമൊക്കെ എടുക്കുന്ന സമയത്ത് അതിന് മീതെ ഒരു തൊലി ഉരിച്ച് കളയാറില്ലേ, ആ ഒരു പരുവത്തിൽ നമ്മൾ ഈ ചീരയുടെ തണ്ട് എടുക്കുമ്പോഴും ഇതിന്റെ തൊലി ഒന്ന് ഉരിച്ച് കളഞ്ഞിട്ട് വേണം നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കി എടുക്കുമ്പോൾ ചെയ്യാനായിട്ട്. എഗ്ഗ് വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഒരുപാട് അങ്ങ് ലൂസ് ആവരുത്, അതുപോലെ തന്നെ നല്ല ടൈറ്റും ആവരുത്. ആ ഒരു കൺസിസ്റ്റൻസിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ സ്പൂണിൽ ഒഴിച്ച് നോക്കുമ്പോൾ വിട്ട് വിട്ട് വീഴുന്ന ഒരു രീതിയിലാണ് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കസൂരി മേത്തിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 നുള്ള് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി എല്ലാതും കൂടിയിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ചീരയുടെ തണ്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. 2.5 കൈപ്പിടിയോളം ചീരയുടെ തണ്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളമില്ലാതെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ തണ്ടിലും ഈ മസാല നന്നായിട്ട് കോട്ടായിരിക്കണം. ആ രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, കറക്റ്റായിട്ട് കോട്ട് ചെയ്തിരിക്കുന്നുണ്ട്. നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഒരു അരമണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു 15 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കുക. ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. നമുക്ക് ഓരോന്നും ഇതുപോലെ നന്നായിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. എല്ലാതും കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതാകുമ്പോഴേ ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാതും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണ നന്നായിട്ട് ഇവിടെ ചൂടായിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിൻ്റെയും മീഡിയം ഫ്ലെയിമിൻ്റെയും ഇടയിൽ വെക്കുക. അതിനുശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഒട്ടും തന്നെ കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രെഡ് ക്രംസ് ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുപോലെ തന്നെ അകത്ത് കുക്കാവുകയില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൻ്റെയും മീഡിയം ഫ്ലെയിമിൻ്റെയും ഇടയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ സൈഡും ഒരേപോലെ കുക്കായി കിട്ടും. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് കളറായി കഴിഞ്ഞാൽ നമ്മൾ എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വരും. നമ്മളിങ്ങനെ കോരി നോക്കുന്ന സമയത്ത് മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്ക് എടുത്ത് മാറ്റാം.
പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും ഫ്രൈ ചെയ്തെടുക്കാം. നല്ല സ്വാദാണ് കഴിക്കാനായിട്ട്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ചീരയുടെ തണ്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്നുള്ളത് മനസ്സിലാവുമൊന്നുമില്ല. ഇതെന്താ സംഭവം എന്ന് ആർക്കും മനസ്സിലാവില്ല കേട്ടോ. അത്രയ്ക്ക് രുചിയാണ് കഴിക്കാനായിട്ട്. ഇതുപോലെയാണ് ചീരയുടെ തണ്ടിന്റെ തൊലി കളയേണ്ടത്. ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇതിന് മീതെ ഒരു തൊലി ഉണ്ടാവും. ഇതുപോലെ അത് കളഞ്ഞിട്ട് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മുടെ സ്നാക്ക് എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.